ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള LDCയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഏത് നിമിഷം എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. വളരെ നല്ല രീതിയിൽ അതിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് ആയിരിക്കും ഏത് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എവിടെയാണ് LDCക്ക് കൂടുതൽ നിയമനം നടക്കുക, അപ്പോൾ ഏത് ജില്ല പ്രിഫർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കാറുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ റീസെന്റ് ഒക്കെ ലാസ്റ്റ് വന്നിരിക്കുന്ന LDCയുടെ ലിസ്റ്റിൽ നിന്നും അധികം അഡ്വൈസുള്ള കാര്യങ്ങളൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത് വന്നിട്ട് കുറച്ച് നാളായി എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ബേസിൽ നമുക്ക് വലിയ രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇവൻ തിരുവനന്തപുരത്ത് നിന്നുള്ള 24 അഡ്വൈസ് സംതിങ് പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ, അതിന്റെ മുൻ വർഷങ്ങളിൽ എവിടെയാണ് സാധാരണഗതിയിൽ ഏത് ജില്ലകളിലാണ് കൂടുതൽ അഡ്വൈസുകൾ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാണ് കൂടുതൽ ഒഴിവുകൾ വരിക, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് മാക്സിമം കാണുക. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന LDCക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളുണ്ടെങ്കിൽ, LDC അറിയാലോ, നമുക്ക് ഒരുപാട് നിയമനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റും, അല്ലെങ്കിൽ ഒരുപാട് പേർ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ഇതെന്ന് പറയുന്നത്, LDC എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് നിയമനങ്ങൾ നടക്കും, പക്ഷെ ഒരുപാട് പേര് എന്ത് ചെയ്യും, ആപ്ലിക്കൻസും ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം ഓവർകം ചെയ്തിട്ട് നമുക്ക് വരാൻ പോകുന്ന LDC ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അല്ലേ. നമുക്കൊരു സ്പെഷ്യൽ കെയർ വേണ്ട ഒരു എക്സാം തന്നെയാണ് LDC എന്ന് പറയുന്നത്. ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമാണ്. കാരണം ലോങ് ടേം ബേസിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ സിലബസ് മാക്സിമം ഏർലി നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സിലബസ് നമ്മൾ മാക്സിമം നേരത്തെ തന്നെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ 2027 വരാൻ പോകുന്ന LDCക്ക് വേണ്ടിയുള്ള ബാച്ച് നമ്മൾ AZB അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്ന മാക്സിമം നേരത്തെ സിലബസ് കവർ ചെയ്തിട്ട് റിവിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ആവശ്യമാണ്. ഇപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ഒരുപാട് പേര് കാണും, അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിൽ ജോലി നേടാൻ സാധിക്കാത്ത ഒരുപാട് പേര് കാണും. സോ അവിടെ എല്ലാം നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കണം, എത്രത്തോളം പഠിച്ചാൽ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്തിട്ട് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് അല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ സിലബസ് മാക്സിമം ഏർലി കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിവിഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. സോ ആ ഒരു പ്ലാന്റെ ബേസിലായിരിക്കും നമ്മൾ ക്ലാസ് മുന്നോട്ട് പോവുക. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ്, അതിന്റെ ക്ലാസ്സസ്, അതിന്റെ PDF നോട്ട്സ് ആൻഡ് എക്സാംസ്, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഡേ ബൈ ഡേ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതിനാവശ്യമുള്ള ടൈമും കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാ ക്ലാസ്സസ് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട്, ഇവ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അതുപോലെ നമുക്ക് ആവശ്യമുള്ള കറന്റ് അഫേഴ്സും SCRT നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ആയിരിക്കും. അതുപോലെ തന്നെ കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിസിൽ റെഗുലർ സെക്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, ആൻഡ് മോക്ക് ടെസ്റ്റുകൾ, പലരും എക്സാം ആവുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ എല്ലാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് റെഗുലർ ബേസിസിൽ ടോപ്പിക് വൈസും അതുപോലെ നമ്മുടെ PSC എക്സാംസിന്റെ അതേ പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സെൽഫ് അനാലിസിനുള്ള അവസരം ഉണ്ടായിരിക്കും. ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, ഇനി എവിടെയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഈ മോക്ക് ടെസ്റ്റുകൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് രീതിയിൽ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്ന ഒരു ബാച്ച് തന്നെയാണ് അവിടെ LDC 2027 ബാച്ച് എന്ന് പറയുന്നത്. സോ താല്പര്യമുള്ളവർ എത്രയും വേഗം നിങ്ങൾ അഡ്മിഷൻസ് എടുത്തതിന് ശേഷം നിങ്ങൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ ലോങ് ടേം ബാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ജോലി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ലിസ്റ്റിൽ വന്ന് നിങ്ങൾ ജോലി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കോഴ്സിന്റെ പകുതി ഫീസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പേ ചെയ്താൽ മതി. മറ്റൊരിടത്തും ഇല്ലാത്ത ഫെസിലിറ്റിയാണ് ജോലി കിട്ടിയത്. കാരണം നമ്മൾ അത്രയ്ക്ക് കോൺഫിഡന്റ് ആയതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ആ ജോലി കിട്ടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ജോലി കിട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ പകുതി ഫീസ് വേണ്ടത്. ആൻഡ് എക്സാം വരെ നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം റദ്ദാക്കിയ ലിസ്റ്റിന്റെ വാലിഡിറ്റി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ നിയമനം നടന്ന ജില്ല എന്ന് പറയുന്നത്, ഒന്ന് തിരുവനന്തപുരവും അതുപോലെ തന്നെ എറണാകുളവുമാണ് അല്ലെ. തിരുവനന്തപുരവും എറണാകുളവുമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം 1297 നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത്. അതുപോലെ എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ 1276 നിയമനങ്ങളുമാണ് ഇവിടെ നടന്നിരിക്കുന്നത്, എറണാകുളം ജില്ലയിൽ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 1000-ൽ കൂടുതൽ നിയമനം നടന്ന മറ്റ് ജില്ലകളാണ്. കണ്ണൂർ 1019 നിയമനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ വരുമ്പോഴത്തേക്ക് അവിടെയും 1023 നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് മലപ്പുറത്തും എത്രയാണ്, 1093 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെയാണ് കൂടുതൽ നിയമനം നടന്നിരിക്കുക അല്ലെ. കൊല്ലം നോക്കുകയാണെങ്കിൽ 904 നിയമനങ്ങളാണ്. പത്തനംതിട്ടയിലാണെങ്കിൽ 686 നിയമനങ്ങൾ, ആലപ്പുഴയിൽ 759, കോട്ടയത്താണെങ്കിൽ 819, ഇടുക്കിയിൽ 619,
പാലക്കാട് 923, കോഴിക്കോട് 989 നിയമനങ്ങളുമാണ് അല്ലെ. ഈ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കുറവ് നിയമനങ്ങൾ നടന്നിരിക്കുന്ന സ്വാഭാവികമായിട്ട് എവിടെ തന്നെയാണ്? വയനാടും അതുപോലെ കാസർഗോഡുമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ 1000-ൽ കൂടുതൽ നിയമനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ജില്ലകളിലെ ആപ്ലിക്കൻസിന്റെ എണ്ണവും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വേക്കൻസീസും കാര്യങ്ങളും അതായത് ജില്ലകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് ലിസ്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ വർഷം മാത്രമല്ല മുൻ വർഷങ്ങളിൽ നോക്കിയാലും ഏറ്റവും കുറവ് നിയമനങ്ങൾ നടക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? വയനാട് അല്ലെങ്കിൽ കാസർഗോഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് LDCയുടെ നിയമനങ്ങൾ ജില്ലാ തലത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്യുക. ഈവൻ ഈ പറഞ്ഞ കുറച്ച് കോമന്റ് എല്ലായിടത്തും അത്യാവശ്യം നിങ്ങളിപ്പോൾ ഏത് ജില്ല എടുത്തു കഴിഞ്ഞാലും അവിടെ എക്സാം എഴുതുന്നവരാണ് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന ഒരു എക്സാം തന്നെയാണ് LDC എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ അതിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നമുക്ക് അഡ്വൈസേഴ്സും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അപ്പൊ എവിടെയാണ് കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻസും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് നിങ്ങളുടെ ഫോക്കസും കാര്യങ്ങളും എല്ലാം വരാനായിട്ട് പോകേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജോലി കിട്ടിയതിനു ശേഷം മാത്രമാണ് പകുതി ഫീസ് നമ്മൾ പറഞ്ഞാൽ അത്രയും കോൺഫിഡന്റ് ആണ്. അപ്പോൾ ഈ ഒരു ലോങ് ടേമിൽ ഞാൻ പറഞ്ഞില്ല ഇപ്പം അഡ്വൈസ് കൂടുതൽ പോകുന്ന ജില്ലകളാണെങ്കിൽ പോലും അവിടെ എക്സ്ട്രാ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് വന്നിട്ട് ജോലി ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഉറപ്പിക്കാം. നമ്മുടെ പലരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം എത്രത്തോളം നേരത്തെ ജോലിക്ക് കയറാനായിട്ട് പറ്റുമോ അത്രയും നേരം ലിസ്റ്റിലേക്ക് വരിക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? റാങ്ക് ലിസ്റ്റിൽ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് വരണം അല്ലേ. അപ്പൊ അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ മാക്സിമം ഹയർ പൊസിഷനിലേക്ക് എത്തുക എന്ന് തന്നെയായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെ ലക്ഷ്യം. അത് വെറുതെ ലിസ്റ്റിലേക്ക് വരിക എന്നുള്ളത് മാത്രമല്ല ജോലി എനിക്ക് എത്രയും വേഗം കിട്ടിയിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെ ലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുക എന്നുള്ളതാണ് അല്ലേ. സോ അതിന് നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ എഫേർട്ട് ഇവിടെ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ രീതിയിലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങളോട് റെഡിയാണ്. സോ എത്രയും വേഗം താല്പര്യമുള്ളവർ ഇനി താമസിക്കാനോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാനോ ഒന്നുമില്ല. എത്രയും വേഗം ആ കാണുന്ന സ്ക്രോളിലെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ആൻഡ് നമ്മുടെ ക്ലാസ്സിന്റെ നമുക്ക് ആപ്പ് ത്രൂവും അതുപോലെ നമ്മുടെ യൂട്യൂബ് ത്രൂ എല്ലാ ലൈവ് ത്രൂ എല്ലാം നമുക്ക് ഒരുപാട് ഫ്രീ ക്ലാസ്സസ് പോകുന്നുണ്ട്. അതിന്റെ അവിടെ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കമന്റിൽ പിൻ ചെയ്തിടാം. അതിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ക്ലാസ്സസും ഫ്രീ നോട്ട്സും എല്ലാം അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ അതിലേക്ക് മാക്സിമം ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾ മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ അതുവരെ ഓൾ ദ ബെസ്റ്റ്.